ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഒരുപാട് നാളായിട്ടുള്ള ഒരു സംശയമായിരുന്നു, സമന്ത എവിടെ പോയെന്ന്, ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നില്ലെന്ന്. അതിന് അറുതി വരുത്തിയിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് മാ ഇന്തി ബംഗാരം എന്ന തെലുങ്ക് സിനിമ. ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. നന്ദിനി റെഡ്ഡിയാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആൻഡ് പാട്ട് പാടിയിരിക്കുന്നത് ചിന്മയിയാണ്. ഏതാണ് സോങ്, എന്താണ് സോങ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. എന്തായാലും സമന്തയെ കാണാതെ ഒരുപാട് നാളായിട്ടുണ്ട്. ബാ, സോങ് നെയ്മഡ് ആസ് തസദിയ. തസദിയ ഫാമിലി സോങ്. സന്തോഷ് നാരായണനാണ് കേട്ടോ മ്യൂസിക്. കല്യാണ പാട്ട്. അങ്ങോട്ടാ മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ, ചിന്മയി പുണ്യ സെൽവ സിംഗേഴ്സ്, മണിവർമ്മ കൊറിയോഗ്രാഫി. ഇതായിരിക്കും കൊറിയോഗ്രാഫർ. സമന്ത വെയിറ്റൊക്കെ കുറച്ചിപ്പോ ഇങ്ങനെയാണ്. തസദിയ ബട്ട് ഓണസ്റ്റ്ലി സമന്ത വെയിറ്റ് ഇത്രയും ലോസ് ആയതിനു മുമ്പും കാണാൻ സൂപ്പർ ആയിരുന്നു. ബട്ട് വെയിറ്റ് ലോസ് എന്തോ സമന്തയെ ഒരു ബാധിച്ച്, അല്ലെങ്കിൽ സമന്തയെ ഒരു ആ ഒരു പഴയ ഒരു ലുക്ക് ഉണ്ടോ എന്ന് ഓണസ്റ്റ് ആയിട്ട് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയൻ ഇല്ല. എന്തോ അത് തോന്നിക്കുന്നില്ല. ചില നല്ല സ്കിന്നി ആയി പോയത് കൊണ്ടായിരിക്കാം. ബട്ട് എന്നിരുന്നാലും ആ ഒരു ലുക്ക്, അതായത് ഇപ്പോഴും ആ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഫീമെയിൽ സെൻട്രിക് ഒരു ആക്ഷൻ മൂവി എന്നൊക്കെയാണ് കേട്ടത്. ബട്ട് ഇതൊരു കല്യാണ പാട്ടാണ്. ആ, ഗൗതം എന്തോ അല്ലേ പേര്. പാട്ട് കേട്ടിട്ട് മിക്കവാറും ഈ കല്യാണ പെണ്ണ് മരിക്കുമെന്നാണ് തോന്നുന്നത്. ഫുൾ ഫീമെയിൽ സെൻട്രിക് ആണ് പാട്ട്. സിനിമയുടെ സൗണ്ട് നന്നായിട്ടുണ്ട്. ആ സ്റ്റെപ്പും കൊള്ളാം. ഓണസ്റ്റ്ലി ഇതിൽ എനിക്കും ആ സ്റ്റെപ്പ്, അത്തത്ത സദിയ എന്ന് പറയുന്ന ആ പാട്ട് ലൈൻ എന്ന് പറയുന്ന ആ ഒരു ഹുക്ക് ലൈനും ആ അപ്പ കളിക്കുന്ന സ്റ്റെപ്പും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഒരു നീറ്റ് ഡീസന്റ് പാട്ടാണ്. കല്യാണ പാട്ടാണ്, ഫുള്ള് ഗേൾസ് ആണ് ആൻഡ് വലിയ ആൾക്കാരൊക്കെ ഉള്ള ഒരു പാട്ടാണ്. ഇങ്ങനെയാണ് വിജയിന്റെ ഷൂട്ടും ഉണ്ട്. അതായത് ഓംപ്രകാശാണ് ഡിയോക്കി. സന്തോഷ് നാരായണൻ മ്യൂസിക്കിനെ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്ത് ബൈ നന്ദിനി റെഡ്ഡി, ബി നന്ദിനി റെഡ്ഡി. മാ ഇന്തി ബംഗാരം. കുറെ നാൾക്ക് ശേഷമാണ് സമന്തയെ ഒരു പടത്തിലായിട്ട് കാണുന്നത്. കാരണം പുള്ളിക്കാരി നല്ലൊരു ബ്രേക്കിലായിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ആൻഡ് കുറച്ച് ശേഷമാണ് ആ ഒരു മാരീഡിലൊക്കെ ആയിട്ട് രണ്ടാമത് കല്യാണമൊക്കെ കഴിച്ച് ആ ഒരു ഹാപ്പി ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അതിനുശേഷമുള്ള ഒരു പടം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വേറെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാത്. ആൻഡ് പാട്ട് ഒരു നീറ്റ് ആൻഡ് ഡീസെന്റ് ഒരു പാട്ടാണ്. ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന
പെണ്ണുങ്ങൾ മാത്രങ്ങളുള്ള ഒരു പാട്ട്, നീറ്റ് പാട്ടാണ്. ചിന്മയിയാണ് പാടിയിരിക്കുന്നത്. ആൻഡ് സന്തോഷ് നാരായണൻ മ്യൂസിക്കാണ്. ഒരു ചുമ്മാ കേൾക്കേണ്ട ഒരു നീറ്റ് ആൻഡ് ഡീസന്റ് പാട്ട് തന്നെയാണ്. ആൻഡ് അതിൽ സമന്തയും നല്ല ലുക്കിലായിട്ടുണ്ട്. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ അതൊരു ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ കളിയാക്കിയതോ അല്ല. എന്നിരുന്നാലും മുമ്പ് ഇത് അത്രയും നല്ല ഒരു സ്കിന്നി വെയിറ്റ് ചിലപ്പോൾ ക്യാരക്ടർ വൈസിന് മാറിയതായിരുന്നു അറിയില്ല. ബട്ട് എന്നിരുന്നാലും ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പഴയ ആ ഒരു ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഓണസ്റ്റ് ആയിട്ട് പറയാൻ തോന്നുന്നില്ല, ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ബട്ട് എന്നിരുന്നാലും ആ ഒരു സുന്ദരിയായിട്ട് ആ ഒരു ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ചിലപ്പോൾ ഇത്രയും സ്കിന്നി ആയതായിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം ഡെഡിക്കേഷനിൽ ഭാഗമുള്ളതായിരിക്കാം. മുതൽ പാട്ട് നീറ്റ് ആയിട്ടുണ്ട്, ഡീസെന്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. സിനിമ ഒരു ആക്ഷൻ ബേസ്ഡിലാണെന്നും പറയുന്നുണ്ട്. അതിലുപരി ഒരു ഫാമിലി പ്രൊജക്റ്റിലായിട്ടും വരുന്നുണ്ട്. ഇതൊരു ഫാമിലി സൈഡ് വരുന്നതാണ്. കാരണം ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി പടം മൊത്തമായിട്ട് ഇറക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു ആക്ഷൻ വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കിടപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കണ്ടന്റ് എല്ലാം സിനിമയിൽ വരാൻ മായിന്തി ബംഗാര എന്നാണ് സിനിമയുടെ പേര്. BV നന്ദിനി റെഡ്ഡിയാണ് സംവിധാനം ചെയ്യുന്നത്. നോക്കാം എങ്ങനെയായിരിക്കും സിനിമ വരുന്നത്. മെയ് 2nd വീക്കിൽ എന്താണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്സുകളൊക്കെ പറയുന്നത്. എന്നിരുന്നാലും മായിന്തി ബംഗാരത്തിലെ തസദിയ എന്ന സോങ് വളരെ നീറ്റായിട്ട് ഡീസെന്റ് ആയിട്ടുണ്ട്.